ഹലോ, വെൽക്കം ടു ടോപ്പ് സൈറ്റ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് എങ്ങനെ ടോപ്പ് സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ടോപ്പ് സൈറ്റ് എന്നുള്ള മൊബൈൽ ആപ്പിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള പ്രോപ്പർട്ടി ലിസ്റ്റിങ്ങും സെല്ലിങ്, ബൈയിങ്, അതുപോലെ റെൻ്റ് പ്രോപ്പർട്ടി ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ സുഗമമായി ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ടോപ്പ് സൈറ്റ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈലിൽ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതാണ് ഒരു സിമ്പിൾ വീഡിയോ ആണ് ഇന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾ ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ പേഴ്സണലിയോ കിട്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ പ്ലേ സ്റ്റോറ്, അതുപോലെ ആപ്പിൾ ഉപയോക്താക്കൾക്ക് വേണ്ടി ആപ്പ് സ്റ്റോറ്, പിന്നെ ടോപ്പ് സൈറ്റിൻ്റെ വെബ്സൈറ്റ്, ടോപ്പ് സൈറ്റ് യൂട്യൂബ് ചാനൽ, അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, എന്തെങ്കിലും പുതിയ അറിവുകളോ പുതിയ തരത്തിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത്തരത്തിലുള്ള ചാനൽ വഴിയായിരിക്കും. യൂട്യൂബ് ചാനലോ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സബ്സ്ക്രൈബും നോട്ടിഫിക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം കിട്ടും ചെയ്യും. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫോൺ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അതിലോട്ട് കയറും. അതിൽ ആപ്പിൾ ഉപയോക്താക്കളാണെങ്കിൽ രണ്ടാമത്തെ ലിങ്ക്, ആപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ആപ്പിൾ ഉപയോക്താക്കൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്യുന്നു, ഡയറക്റ്റ് പോയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഭവം വരും. അതിൽ ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ടോപ്പ് സൈറ്റ് എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവും. എന്നിട്ട് നമുക്കത് ഉപയോഗിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഓപ്പൺ കൊടുത്തു. എനിക്ക് ഇത്തരത്തിലുള്ളൊരു സ്ക്രീൻ വരും. എൻ്റെ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. നമുക്കൊരു മൊബൈൽ നമ്പറിലോട്ടൊരു 4 ഡിജിറ്റ് OTP അത് കൊടുക്കുക. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. നമ്മുടെ പേര്, അപ്പോൾ ഞാൻ എൻ്റെ പേര് കൊടുക്കുന്നു. ഇമെയിൽ ID ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതില്ല. ഓക്കെ, അടുത്തതായിട്ട് എൻ്റെ പ്ലേസ്, ഇതൊരു പ്രധാനപ്പെട്ട ഇൻഫോർമേഷനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് കൊടുക്കുന്നു. എടപ്പാൾ, മലപ്പുറം ഡിസ്ട്രിക്റ്റ്. ഓക്കെ, ഡൺ. എൻ്റെ ഒരു യൂസർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഇതെന്താ വെച്ചാൽ നമ്മുടെ ഡിവൈസിൻ്റെ ലൊക്കേഷൻ, കാരണം എവിടെയാണ് പ്രോപ്പർട്ടി എന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് ലൊക്കേഷൻ ചോദിക്കുന്നത്. അപ്പോൾ വൈൽ യൂസിങ് ദിസ് ആപ്പ് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് താങ്കളുടെ ലൊക്കേഷൻ എവിടെയാണോ ആ ലൊക്കേഷനിലുള്ള പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും ഉപകരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ സ്ഥലത്തുള്ള അടുത്തുള്ള പ്രോപ്പർട്ടീസാണ് ഈ കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ആപ്ലിക്കേഷനിലോട്ട് കയറി. ഇപ്പോൾ ആപ്ലിക്കേഷനകത്തുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് പറയുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് നിൽക്കുന്ന താഴെ കാണുന്ന ടാബാണ് ഹോം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടാബ് മൈ പ്രോപ്പർട്ടീസ്, മൈ എൻക്വയറീസ്, ഫേവറേറ്റ്സ്, പ്രൊഫൈൽ അല്ലെങ്കിൽ മൈ അക്കൗണ്ട്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് റിലേറ്റഡ് ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ജസ്റ്റ് ഈ ഫസ്റ്റ് കാണുന്ന ഈ പേര്, മൊബൈൽ നമ്പർ, അതുമായി ബന്ധപ്പെട്ടതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ അത് ഇവിടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അത് കൂടാതെ ലോഗ് ഔട്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്കിതിൽ പ്രധാനമായിട്ട് മൈ പ്രോപ്പർട്ടീസ്, മൈ എൻക്വയറീസ്, ഫേവറേറ്റ്സ്, ഈ താഴെ കാണുന്ന ഈ 3 ഓപ്ഷൻസ് തന്നെയാണ്. അതുപോലെ നമ്മുടെ ഭാഷ നമുക്ക് മലയാളത്തിലോട്ട് മാറ്റാനുള്ളൊരു ഓപ്ഷനുണ്ട്. അതേപോലെ കോണ്ടാക്റ്റസ്, നമ്മുടെ ടോപ്പ് സൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കസ്റ്റമർ സപ്പോർട്ടോ അല്ലെങ്കിൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം, നമുക്ക് മെയിൽ ചെയ്യാം, നമ്മളായിട്ട് വാട്സപ്പ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനൽ, എൻ്റെ ടോപ്പ് സൈറ്റ് ആപ്ലിക്കേഷൻ്റെ URL എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ പോളിസി റിലേറ്റഡ് ഇൻഫർമേഷൻസും താഴെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഹോം പേജിലോട്ട് പോവുകയാണെങ്കിൽ താങ്കൾ എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷനായിരിക്കും ഇവിടെ കാണിക്കുക. അപ്പോൾ ഇവിടെ പുറങ്ങ് മലപ്പുറം. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഇത് മാറ്റിയിട്ട് അവിടെ ആ ഒരു പ്ലേസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. നമുക്കിപ്പോൾ കറക്റ്റായിട്ട് വേണ്ടത് എടപ്പള്ളി ആണെന്ന് വിചാരിക്കാം. എടപ്പള്ളി എന്നുള്ള ലൊക്കേഷനിലാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് കൺഫേം അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാറും. ഹായ് റഫീഖ് മുഹമ്മദ്, സെർച്ചിങ് ഇൻ കൊച്ചി, എറണാകുളം.
ഓക്കെ. അപ്പോൾ കൊച്ചി എറണാകുളത്തിൻ്റെ റേഡിയസിലുള്ള 50 കിലോമീറ്റേഴ്സ് റേഡിയസിലുള്ള പ്രോപ്പർട്ടീസാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ്. ഇപ്പം ഞാൻ ഇതിലേതെങ്കിലും ഒരു പ്രോപ്പർട്ടി എനിക്ക് താല്പര്യമുണ്ട്, ലാൻഡ് ഫോർ സെയിൽ, ഇത് എനിക്ക് താല്പര്യമുണ്ട് വിചാരിക്കുക. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ലാൻഡ് ഫോർ സെയിൽ നിയർ ഇൻഫോ പാർക്ക്, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്. ജസ്റ്റ് എനിക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ആരാണോ ഇതിൽ പോസ്റ്റ് ചെയ്തത് അവർക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പോകും, ഇങ്ങനെ ഒരാൾ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എൻ്റെ നമ്പർ അടക്കം അവർക്ക് ഷെയർ ചെയ്യും. അപ്പോൾ അവർക്ക് നമ്മളായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ബിസിനസ് ലീഡ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു ബേസിക് വേർഷനാണ് നമ്മൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അഡ്വാൻസ് വേർഷൻ ഇറ്റ് ഈസ് ഇൻ പ്രോഗ്രസ്, ഡെവലപ്മെൻറ്റിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഇതിലുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് മുകൾ ഭാഗത്ത് ഇവിടെ നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് ലൊക്കേഷൻ ആവട്ടെ, അപ്പോൾ ഞാനിപ്പോൾ എടപ്പള്ളി സെലക്ട് ചെയ്ത, അതേപോലെ നമുക്ക് വേണമെങ്കിൽ ട്രിവാൻഡ്രം കേരള കൺഫേം അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ മാറി ഹൈറഫിക് സെർച്ചിങ് ഇൻ ട്രിവാൻഡ്രം. അപ്പോൾ ട്രിവാൻഡ്രം ലൊക്കേഷനിലുള്ള 50 കിലോമീറ്റേഴ്സ് റേഡിയസിലുള്ള പ്രോപ്പർട്ടീസാണ് നമുക്ക് ഈ കാണുന്നത്. അതേപോലെ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻക്വയറി സോൺ. ഇതിപ്പോൾ പ്രോപ്പർട്ടീസിൻ്റെ ഹോം പേജാണ് കാണുന്നത്. അതേപോലെ തന്നെ എൻക്വയറി സോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിലുള്ള എൻക്വയറീസ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ വേറൊരു സ്ഥലം കൂടി എടുക്കാം. ഇത് കോട്ടക്കൽ, മലപ്പുറം ആ ഒരു ഭാഗത്തുള്ള എൻക്വയറീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ എൻക്വയറി സോൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻക്വയറി സോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻക്വയറീസിൻ്റെ പേജിലോട്ട് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 16ഓളം എൻക്വയറീസ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മൾ വാട്സപ്പിൽ ഉപയോഗിക്കുന്ന പോലെ ടെക്സ്റ്റ് മെസ്സേജായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ് എൻക്വയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻക്വയറീസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട് എന്താണ് എൻ്റെ എൻക്വയറി. അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഈ എൻക്വയറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഈ ലൊക്കേഷനിലുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ, എൻക്വയറീസും ഉണ്ട്, പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്കിതിൽ ലിസ്റ്റ് ചെയ്യാനും അതിനെ എൻക്വയറി ചെയ്യാനും അല്ലെങ്കിൽ അതുവഴി ഒരു ബിസിനസ് ലീഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ആക്ച്വലി ഇത്തരത്തിലൊരു ഫീച്ചർ, എൻക്വയറി എന്നുള്ള ഫീച്ചർ എനിക്ക് തോന്നുന്നില്ല മറ്റുള്ളൊരു പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് നമുക്ക് നമുക്ക് വാട്സപ്പിൽ ഉപയോഗിക്കുന്ന പോലെ ടെക്സ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യമാണ്, അല്ലാതെ എൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി അല്ല. എനിക്കൊരു ആവശ്യമുണ്ട്, ഒരു 10 സെൻറ്റ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു 1 BHK 2 BHK അപ്പാർട്ട്മെൻറ്റ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ന പെർട്ടിക്കുലർ ലൊക്കേഷനിൽ ആവശ്യമുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ് ഈ ആവശ്യങ്ങൾ എന്ന് പറയുന്നതിന്. മറ്റത് എൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ്, എൻ്റെ കയ്യിലോ എൻ്റെ ഓണറുടെ കയ്യിലോ ഉള്ള പ്രോപ്പർട്ടീസിന് എനിക്കിവിടെ ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇനി ഇതിൽ കാണുന്ന മറ്റുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സെർച്ച് ചെയ്യാനും, ഈ കോട്ടക്കലിലുള്ള കോട്ടക്കലിൽ എനിക്ക് ഹൗസ് വേണം പ്രോപ്പർ. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലോട്ട് വരും. അപ്പോൾ കോട്ടക്കൽ എന്ന സ്ഥലത്ത് ഉള്ള പ്രോപ്പർട്ടീസ്, ഹൗസുകളായിട്ടുള്ള, അത് വീടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഈ കാണിക്കുന്നത്. ഇനി ഹൗസ് അല്ല വില്ലയാണ് വേണമെങ്കിൽ ഹൗസും വില്ലയും രണ്ടും കൂടി വരും. ഇനി അതല്ല നമുക്ക് പ്ലോട്ടാണ് വേണമെങ്കിൽ ജസ്റ്റ് ആ വില്ല ക്ലോസ് ചെയ്യുക, ഹൗസും ക്ലോസ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് പ്ലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ജസ്റ്റ് അതന്നെ 2-3 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ പ്ലോട്ടാണെങ്കിൽ പ്ലോട്ട് അവൈലബിൾ ആയിട്ട് വന്നു. ഇതൊക്കെ പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണിക്കുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്കതിനെ സെർച്ച് ചെയ്യാനും പറ്റും. പിന്നെ നമുക്കിതിൻ്റെ ഫിൽറ്റേഴ്സ് നമുക്കിവിടെ ഉപയോഗിക്കാം. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾക്ക് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്, അല്ലെങ്കിൽ ചുറ്റളവുകൾ, എത്ര ചുറ്റളവിലുള്ള ഡാറ്റയാണ് വേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്ലൈ ഫിൽറ്റർ, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് റേഞ്ച് എത്ര വേണ്ടതെന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് 6 lakhs-ൻ്റെയും 20 lakhs-ൻ്റെയും ഇടയിലുള്ള ഒരു ഡാറ്റയാണ് എനിക്ക് വേണമെങ്കിൽ അത് കൊടുത്താൽ അത്രയുള്ള ഡാറ്റ ഇവിടെ കാണും. ആണല്ലേ, 7,50,000 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇതെല്ലാം വളരെ സിമ്പിൾ ഫീച്ചേഴ്സാണ്. നമ്മൾ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പുതിയ അപ്ഡേറ്റ്സ് വരും. ചെറുതും വലുതുമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഇതിൽ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ. അതുപോലെ പ്രൈസ് ലോ ടു ഹൈ, അതായത് ഏറ്റവും കുറവ് പ്രൈസിൽ നിന്നും കൂടിയ പ്രൈസിലോട്ടുള്ള ഡാറ്റ കാണണമെങ്കിൽ അങ്ങനെ കാണാൻ പറ്റും. ഏറ്റവും കൂടിയ പ്രൈസിൽ നിന്ന് കുറവ് പ്രൈസിലോട്ടുള്ള സോർട്ടിങ്ങും അവൈലബിൾ ആണ് ഇപ്പോൾ. ഓക്കെ, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ആഡ് ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് രണ്ടാമത്തെ ടാബ് മൈ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക, പോസ്റ്റ് യുവർ പ്രോപ്പർട്ടി, എന്നിട്ട് ഇവിടെ ജസ്റ്റ് പ്രോപ്പർട്ടി ടൈപ്പ് ഞാൻ തൽക്കാലം ഒരു പ്ലോട്ടാണ് കൊടുക്കുന്നത് വിചാരിക്കുക. പ്ലോട്ടിൻ്റെ പേര്
പ്രത്യേകിച്ച് പേരൊന്നുമില്ല എങ്കിൽ ജസ്റ്റ് ആ പേര് എത്രയാണോ 20 സെൻറ്റ് ലാൻഡ് എന്തെങ്കിലും പേര് കൊടുക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പേര് മലയാളത്തിലോ എങ്ങനെയാണെങ്കിലും നമുക്ക് എഴുതാം. ഞാൻ പ്ലേസ് കൊടുക്കുന്നത് കോട്ടക്കൽ കൊടുക്കുന്നു. പ്രോപ്പർട്ടി പ്രൈസ് 2,50,000 പെർ സെൻറ്റ് വേണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് വരിക. സ്ട്രീറ്റ് അഡ്രസ്സ് നിയർ മിംസ് ഹോസ്പിറ്റൽ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഞ്ചായത്ത് റോഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിൻകോഡ് നിർബന്ധമില്ല, അതുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. തൽക്കാലം ഒരു പിൻകോഡ് കൊടുത്തു, ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് ഈ 20 സെൻറ്റ് ലാൻഡിൻ്റെ പ്രത്യേകതകളാണ് കൊടുക്കേണ്ടത്. അതായത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കാം. 1 എന്ന് എഴുതിയിട്ട് മലയാളത്തിൽ വേണമെങ്കിലും അങ്ങനെ എഴുതാം. തെങ്ങിൻ അടുത്തതായിട്ട് രണ്ടാമത്തെ അതിൻ്റെ സവിശേഷതയായിട്ട് വേണമെങ്കിൽ വീട് വെക്കാൻ അനുയോജ്യം, എങ്ങനെ എന്തൊക്കെയാണ് വേണമെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ പാർക്കിംഗ് ഫെസിലിറ്റി അല്ലെങ്കിൽ അങ്ങോട്ടുള്ള വഴിയുടെ വലുപ്പം, അങ്ങനത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കിതിൽ എഴുതാൻ പറ്റും. അത്തരത്തിലുള്ള എത്ര സവിശേഷതകളുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതാം. സർവേ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ സർവേ നമ്പറിൻ്റെ അതിൻ്റെ ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ദാറ്റ്സ് ഓൾ. അത് കഴിഞ്ഞാൽ പിന്നെ നിയർ ബൈ അട്രാക്ഷൻസ് ആണ്, അത് ഓപ്ഷനിലാണ്. ഈ സർവേ നമ്പറും നിയർ ബൈ അട്രാക്ഷൻസ് എല്ലാം നിർബന്ധമില്ലാത്ത കാര്യമാണ്, ഉണ്ടെങ്കിൽ കൊടുക്കാം. അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് ഹൈവേ 66 1 കിലോമീറ്ററാണ്. തൊട്ടടുത്ത് മിംസ് ഹോസ്പിറ്റലുണ്ട് ഉണ്ടെങ്കിൽ ആ അട്രാക്ഷൻ കൊടുക്കാം. 2 കിലോമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പും നമ്മൾ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പാണ് ലെറ്റ്സ് റാപ്പ് അപ്പ് ദിസ് പ്രോപ്പർട്ടി ആഡിങ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു ഇമേജ് മസ്റ്റായിട്ടും കൊടുക്കണം. ഇവിടെ എഴുതിയിട്ടുണ്ട് പ്ലീസ് ആഡ് 1 ഇമേജ് അറ്റ്ലീസ്റ്റ്. അപ്പോൾ എനിക്കൊരു ഇമേജ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ജസ്റ്റ് ഏതെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇമേജ് ഞാൻ കൊടുത്തു. തൽക്കാലം അതിലുള്ള ഒരു ഇമേജ് കൊടുത്തു. പിന്നെ വീഡിയോസ് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതും 20 MB താഴെയുള്ള വീഡിയോസ് നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും യൂട്യൂബ് ലിങ്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ മാപ്പ് കറക്റ്റായിട്ട് എക്സാക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് കറക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതൊന്നും നിർബന്ധമില്ല, ഒറ്റ ഇമേജ് മാത്രമേ ആ പേജിൽ നിർബന്ധമുള്ളൂ. അപ്പോൾ ജസ്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. അപ്പോൾ ഞാൻ കോട്ടക്കൽ. ഇവിടെ വരുന്നൊരു തെറ്റായിട്ട് സംഭവിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന സ്ഥലം ചിലപ്പോൾ കോട്ടക്കലായിരിക്കും, പക്ഷേ എൻ്റെ സ്ഥലം കറക്റ്റ് ചിലപ്പോൾ എടപ്പാളായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം കറക്റ്റ്, അല്ലെങ്കിൽ അത് ലിസ്റ്റ് ചെയ്യുമ്പോൾ തെറ്റായ രീതിയിൽ ലിസ്റ്റായിട്ട് വരും. അത് അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത് നിർബന്ധമുള്ള കാര്യമല്ല, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൊക്കേഷനാണോ ഒരു യൂസർ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവരുടെ ആ ലൊക്കേഷനിലുള്ള ഇൻഫോർമേഷനായിട്ടാണ് ഈ ഡാറ്റ കാണിക്കുക. അപ്പോൾ ഈ ലൊക്കേഷൻ കൊടുക്കുമ്പോഴും നമ്മൾ ആദ്യം കൊടുത്ത ഫസ്റ്റ് സ്റ്റെപ്പിൽ കൊടുത്ത ലൊക്കേഷനും തമ്മിൽ മാച്ച് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് അത് ലിസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ലിസ്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും കാണിക്കുക. ഇവിടെ എന്താണോ നമ്മൾ കൊടുത്തത്, ഈ മാർക്ക് ലൊക്കേഷൻ ഓൺ മാപ്പ് എന്നുള്ളത് എന്താണോ കൊടുത്തത് അതിനനുസരിച്ചായിരിക്കും നമുക്കത് ഹോം പേജിൽ അത് ലിസ്റ്റ് ചെയ്ത് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ. യൂട്യൂബ് ലിങ്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്കോ റീലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം, ആ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് അതിൽ കയറിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആ പ്രോപ്പർട്ടിയെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഫിനിഷ്. 3 സ്റ്റെപ്പിൽ നമ്മുടെ ഇത് ആഡ് ചെയ്തു. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ 20 സെൻറ്റ് ലാൻഡ്. ഈ പ്രോപ്പർട്ടി ഇപ്പോൾ പെൻഡിങ് സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. അതിൻ്റെ അട്രാക്ഷൻസ്, പ്രോപ്പർട്ടി ലൊക്കേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ പെന്നിൻ്റെ സിമ്പിൾ, ബ്ലൂ കളർ സിമ്പിൾ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണെങ്കിൽ അത് വരുത്താം. അതുപോലെ ഇമേജ് വേറെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. ലൊക്കേഷൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് വന്നു. ഇനി ഇതിപ്പോൾ പെൻഡിങ് ആണ്. ഇനി അത് സിസ്റ്റം അത് ഒരു 5 hours ഉള്ളിലായിട്ട് അത് അതിനെ
അപ്രൂവോ അല്ലെങ്കിൽ റിജക്റ്റോ ഒക്കെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് തെറ്റായിട്ടുള്ള പിക്ചറോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഡീറ്റെയിൽസോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആവും. അതല്ലെങ്കിൽ അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഐറ്റം നമുക്ക് നമ്മുടെ ഈ ഹോം പേജിൽ നമ്മൾ എടുക്കുന്ന സ്ഥലം മലപ്പുറം അല്ലെങ്കിൽ കോട്ടക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അവിടെ ലിസ്റ്റ് ചെയ്യും, അപ്രൂവ് ആയി കഴിഞ്ഞാൽ മാത്രം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് നമ്മുടെ ഈ പ്രോപ്പർട്ടി ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ഇനി അടുത്തതായിട്ടുള്ളത് എൻക്വയറി ആഡ് ചെയ്യുന്നതാണ്. എൻക്വയറി എന്ന് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ ടാബാണ് എൻക്വയറി, മൈ എൻക്വയറീസ്. ഇതിൽ വാട്ട് ഈസ് യുവർ നീഡ്, എന്താണ് നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അത് പറയാം. അതായത് ഇപ്പോൾ എനിക്കൊരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു റെൻ്റ് ഹൗസ് ആവശ്യം വരിക, ഹൗസ് ഫോർ റെൻറ്റ്. എനിക്കൊരു 2 BHK അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ റൂമോ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ വീടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹൗസ് എനിക്ക് ആവശ്യം, 2 BHK അപ്പാർട്ട്മെൻറ്റ് ആവശ്യമുണ്ട് എന്ന രീതിയിൽ നമ്മൾ സാധാരണ വാട്സപ്പിൽ എഴുതുന്ന പോലെ ആവശ്യമുണ്ട്. ഇത്തരത്തിൽ എവിടെയാണ് സ്ഥലം, ലൊക്കേഷൻ എവിടെയെന്നുള്ള കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എനിക്ക് വേണ്ടത് ഗുരുവായൂരാണ് എങ്കിൽ ഗുരുവായൂർ. പ്രൈസ് റേഞ്ച് എൻ്റെ ഏകദേശം എത്രയാണ് എമൗണ്ട് വരുന്നത്, എനിക്കൊരു 1 lakhൻ്റെ ഉള്ളിൽ മതി. സ്ട്രീറ്റ് അഡ്രസ്സ് കൃത്യമായിട്ട് ഏതാണ് സ്ഥലം പറയാം. ഓക്കെ, അങ്ങനെ കൊടുത്തു ക്രിയേറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നമുക്കൊരു എൻക്വയറി ക്രിയേറ്റ് ചെയ്തു. ഇതിപ്പോൾ ഹൗസ് ഫോർ റെൻ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കിട്ട് ഇതുപോലെ പെൻഡിങ് സ്റ്റേറ്റിലാണുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ കാണിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എൻക്വയറി പോസ്റ്റ് ചെയ്തു. അതിനെ ഇനി അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊടുത്തുള്ള ഗുരുവായൂരാണ്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഇതിലുള്ള യൂസേഴ്സിന് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പോകും, ഇങ്ങനൊരു എൻക്വയറി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ആരുടെയും കയ്യിൽ ഈ ഒരു എൻക്വയറി മാച്ച് ചെയ്യുന്നതുണ്ടെങ്കിൽ അവർക്ക് താങ്കളായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ പെൻഡിങ് ആണ്. അപ്രൂവ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് അത് ഈ എൻക്വയറി സോണിൽ അത് വരുള്ളൂ. എൻക്വയറി സോൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ തൃശ്ശൂർ ലൊക്കേഷനിലാണെങ്കിൽ എൻക്വയറി സോണിൽ എൻക്വയറി സോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇപ്പോൾ നമ്മളിട്ട എൻക്വയറി അവിടെ വരുള്ളൂ. അപ്രൂവ് ചെയ്താൽ അത് ഉടനടി അവിടെ വരും. ഓക്കെ, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പോകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ മാക്സിമം നമ്മളെല്ലാവരും ഇമേജ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇമേജ് ഇല്ലാത്തതാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു നോ ഇമേജ് എന്നുള്ളൊരു എന്താ പറയുക, ഒരു സ്നാപ്ഷോട്ട് വെച്ചിട്ടാണ് നമ്മളതിനെ കവർ ചെയ്യുന്നത്. ഇമേജ് ഇല്ലാതെ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനോട് റീച്ച് കുറയും. നമ്മൾ ഇമേജ് കൊടുക്കാനുള്ള ശ്രമം നടത്തുക. മാക്സിമം ഒരു 1 ഇമേജെങ്കിലും ആഡ് ചെയ്യാനുള്ള ശ്രമിക്കുക. ഇത്തരത്തിലാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സും കാര്യങ്ങളും. നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ വരുന്നെങ്കിൽ നമുക്ക് ഈ മുകളിൽ കാണുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അപ്രൂവായി, പ്രോപ്പർട്ടി അപ്രൂവായി, എൻക്വയറി അപ്രൂവായി, റിജക്റ്റായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ആരെങ്കിലും നമ്മളെ എൻക്വയറിക്ക് വേണ്ടി വിളിച്ചു, നമ്മളെ ടോപ്പ് സൈറ്റ് വഴി കണക്ട് ചെയ്തെല്ലാം ഇൻഫർമേഷൻസ് ഈ നോട്ടിഫിക്കേഷൻസിലാണ് കാണിക്കുക. പിന്നെയുള്ളത് ഫേവറേറ്റ്സ് ആണ്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഇതിലേതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇതിപ്പോൾ തൽക്കാലം എനിക്കൊന്ന് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത്രേ ഉള്ളൂ. നമുക്ക് ഈ പ്രോപ്പർട്ടി ഇവിടെ വന്ന് ഫേവറേറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഫേവറേറ്റ്സിലായിട്ട് ഇവിടെ വിഷ് ലിസ്റ്റ് പോലെ ഇവിടെ എടുക്കും. നമുക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്തരത്തിലുള്ളൊരു ഫെസിലിറ്റി. കാരണം ഇതിലൊരുപാട് ഡാറ്റ വരുന്നതല്ല. അപ്പോൾ പെട്ടെന്ന് മിസ്സാവാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ വിഷ് ലിസ്റ്റിൽ നമ്മുടെ ഫേവറേറ്റ്സിൽ വന്നിട്ട് ഇങ്ങനെ വന്ന് കിടക്കും. അത് ഓപ്പൺ ചെയ്താലും സെയിം ഡീറ്റെയിൽസാണ് നമുക്ക് കാണിക്കുക. ഓക്കെ, പിന്നെ ഇതിലുള്ള ഭാഷ മാറ്റുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ജസ്റ്റ് മലയാളമാണ് യൂസർ ഫ്രണ്ട്ലി എങ്കിൽ അത് യൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ജസ്റ്റ് എൻ്റെ പ്രോപ്പർട്ടീസ്, എൻ്റെ അന്വേഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ കൊടുക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മലയാളത്തിലായിട്ട് നമുക്ക് കാണിക്കും. ഇത്തരത്തിൽ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ കാര്യങ്ങൾ. ഇതിനുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ ഒരു മൈ അക്കൗണ്ട് അല്ലെങ്കിൽ പ്രൊഫൈലിൽ വന്നിട്ട് ഞങ്ങളെ സമീപിക്കുക, അല്ലെങ്കിൽ കോൺടാക്റ്റ് അസ് എന്നുള്ളൊരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ എത്രയും പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ബേസിക് വേർഷനാണ്. നമ്മളിതിൻ്റെ അഡ്വാൻസ് വേർഷൻ അണ്ടർ ഡെവലപ്മെൻ്റ് ആണ്. എല്ലാവരും ഉപയോഗിക്കുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ബിസിനസ് ലീഡ്സ് ഉണ്ടാക്കിയിട്ട് റിയൽ എസ്റ്റേറ്റിൽ കൂടുതൽ ബിസിനസ് ചെയ്യാൻ ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.